കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന സോയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ആനയിടുക്ക് LP സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സിനിമാ താരം നരേൻ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ഡോക്ടർ ഷമ മുഹമ്മദ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. അതുകൊണ്ട് കണ്ണൂരിന് ഇങ്ങനെ ഒരാള് ഈയിടെയായിട്ടാണ് നമ്മൾ ഒരു സൗഹൃദം ഫ്രണ്ട്ഷിപ്പ് ആയത്. എനിക്ക് ശരിക്കും അഭിമാനം തോന്നുന്നു ഒരു ഫ്രണ്ടിനെ കിട്ടിയതിൽ. നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരിന്റെ അതൊരു നല്ലൊരു പ്രയോഗമായി. ജാൻസി അങ്ങനെയാണോ? ഞാൻ ഈ സ്കൂളിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തമിഴില് പള്ളിക്കൂടം എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിച്ചു. അതിൽ ഇതുപോലെ ഒരു സ്കൂളിന് ഒരു പ്രശ്നം വന്ന് സ്കൂൾ ഇതുപോലെയല്ല, ഇതിലേറെ ബുദ്ധിമുട്ടുള്ള ഇതിന് വലിയ കുഴപ്പമില്ല, പക്ഷെ ഇതിലേറെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു കുഗ്രാമത്തിലുള്ള ഒരു സ്കൂളിനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ അവിടെ സ്കൂള് ഇനി അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരുന്നു. പക്ഷെ സ്കൂളിൽ നിന്നും പാസ് ഔട്ടായ പലവരും പല സ്ഥലങ്ങളിൽ പോയി വലിയ വലിയ ഉദ്യോഗസ്ഥരാണ്. അപ്പോഴാണ് അവരറിയണത് ഇവിടുന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള ഒരാള് കലക്ടർ ആയിട്ടുണ്ട്. കലക്ടർ അടുത്ത ഗ്രാമത്തിലേക്ക് വരുന്നു. ഒരുപക്ഷെ കലക്ടറിനെ നമ്മൾക്ക് കൊണ്ടുവന്നാൽ കലക്ടർ ഈ സ്കൂളിനെ തിരിച്ച് ബിൽഡ് ചെയ്യാനും സ്കൂളിനെ തിരിച്ച് ഫംഗ്ഷനിങ് ആക്കാനും പറ്റിയെങ്കിൽ എത്രയോ കുട്ടികളുടെ ഭാവി അതിനൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് വിചാരിച്ച് കലക്ടറിനെ വിളിക്കാൻ പോകുന്നതാണ് സിനിമ. കലക്ടറുടെ കഥ എന്താന്ന് വെച്ചാൽ കലക്ടറിന് ഒരിക്കലും ആ ഗ്രാമത്തേക്ക് വരാൻ പറ്റില്ല. കാരണം ചെറുപ്പത്തിലെ കലക്ടറിനെ അയാൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ സമയത്ത് ഇയാളെയും ഇയാളുടെ വീട്ടുകാരെയും ഈ ഗ്രാമത്തിലെ ആൾക്കാരെ തള്ളിപ്പറഞ്ഞ് ഗ്രാമത്തിൽ നിന്നും പുറത്താക്കിയതാണ്. അപ്പൊ അയാളിന് ഒരിക്കലും ഗ്രാമത്തിലേക്ക് കാലുകുത്തില്ല എന്നുള്ളതാണ് അയാളുടെ ഒരു വിശ്വാസം. പക്ഷെ അയാള് നല്ലൊരു കർമ്മത്തിനായി തിരിച്ച് ഗ്രാമത്തിൽ വന്ന് ഈ സ്കൂളിനെ തിരിച്ച് റിവൈവ് ചെയ്യുന്നതാണ് ആ കഥ.